എനിക്കൊരു 10,000 രൂപ വേണം. എവിടെ പോണം? എനിക്ക് ഒരു 10,000 രൂപ വേണം. അടുത്ത മാസം തരാം. ഞാൻ വാടക കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശുണ്ടല്ലേ ചോദിച്ചത്? തരില്ല. ബാലുന്റെ ഈ കാശുണ്ടല്ലോ, എടുത്ത് ചെലവാക്ക്. നിന്നോട് ചോദിച്ചാൽ എന്നെ തല്ലണം. അമ്മ, എനിക്ക് 21-ാം തീയതി സ്കൂളിലെ ഫീസ് കൊടുക്കണേ. എനിക്ക് 22. ആ 23-ാം തീയതി രാഘവൻ മാമന്റെ ആണ്ടാണ്. എനിക്ക് വീട്ടിൽ പോണം. മക്കളെ, നിങ്ങൾക്ക് വേണ്ട കാശ് അച്ഛനോട് ചോദിക്ക്. അച്ഛന്റെ മാമന്റെ ആണ്ടാഘോഷിക്കാൻ പോവാണ്. ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ പോകില്ല. എല്ലാ ദിവസവും വൈകി എത്തണേ. എനിക്ക് വയ്യ വഴക്ക് കേൾക്കാൻ. എന്തായാലും ഞാനൊരു വണ്ടി വാങ്ങിക്കും. അമ്മ രാവിലെ എണീച്ച് നടന്നു പോയാൽ മതി. അപ്പൊ അമ്മയുടെ വണ്ണവും കുറയും, പൈസയും ലാഭിക്കാം. ചേച്ചി ചായ എന്തോടെ? ചായക്കട ഇത്. നീലൊരു ചായ എടുത്തോളൂ. അമ്മ എന്തോ കവറില്? കവറിലെന്തോടാ? എന്റെ അളിയന് വേണ്ടി കൊണ്ടുവന്നതാണ്. തുറന്നു നോക്ക്. എന്താ ബാലു കാണിച്ചേ? സാരമല്ലേ ചേച്ചി, പാവയ്ക്കല്ലേ. എന്തായാലും അളിയെടുത്ത് എറിഞ്ഞല്ല അളിയാ. ഇതിന്റെ വിത്ത് കിട്ടാനായിട്ട് ഞാൻ കുറെ കയറി ഇറങ്ങിയതാണ്. ആദ്യം നമ്മുടെ അവിടുത്തെ കൃഷി ഓഫീസിൽ പോയായിരുന്നു. അവിടെ ഈ ഇനത്തിലുള്ള വിത്തില്ല. പിന്നെ നമ്മുടെ അവിടുത്തെ ചോനമ്പാറ ഗ്രാമീണ കൃഷി കേന്ദ്രത്തില്ലേ, അവിടെ പോയി ജീപ്പിലൊക്കെ കയറിയാണ് പോയത്. രാവിലെ ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു. കഴിക്കാതെ പോയി അവിടെ ചെന്നിട്ട് അവിടുന്ന് വിത്തൊക്കെ വാങ്ങി വെയിലത്ത് നടന്ന് വീട്ടിൽ വന്നിട്ട് പറമ്പിൽ കിളച്ച് വിത്ത് ഇട്ട് വളമിട്ട് വെള്ളം ഒഴിച്ച് വളർന്ന് വന്നപ്പോഴത്തേക്ക് കീടങ്ങളൊന്നും പ്രാണികളൊന്നും തിന്നാതെ അതിനെ സൂക്ഷിച്ച് വളർന്നു വന്നപ്പം ചേച്ചിക്കും അളിയനും പിള്ളേർക്കും ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന. അപ്പോ എടുത്തെറിഞ്ഞല്ലാണ്. ഞാൻ അറിഞ്ഞോണ്ട് എടുത്തെറിഞ്ഞല്ല, അറിയാതെ പറ്റിയത്. അറിഞ്ഞോണ്ട് എടുത്തെറിയോ? അല്ലേ അങ്ങനെയല്ല. കൊണ്ട് ഷോക്കേസിൽ കൊണ്ട്. വേറൊരു കാര്യം ഉണ്ടല്ലയാ, അന്നപൂർണേശ്വരി അടുത്ത് വരുമ്പം തൊഴണം, കൈയെടുത്ത് തൊഴണം. അല്ല എടുത്തെറിയല്ലേ. കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അറിയാതെ എടുത്തെറിഞ്ഞല്ലേടേ. ആരല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ചായ വിട്, ചായ വിട്. പാവയ്ക്കെടുത്ത് എന്നിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവനും കൂടെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടാ ഇവിടെ ജീവിച്ചു പോണേ. അവനും കൂടെ കൊണ്ട് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന കാണാം എങ്ങനെ ജീവിക്കണേന്ന്. അറിഞ്ഞില്ല, പറ്റിപ്പോയി. പുല്ല് പാവയ്ക്ക. ആ പുല്ല് പാവയ്ക്ക. ഒരു ജോലിക്കാരി വെക്കാൻ പറഞ്ഞാൽ വെക്കത്തില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം പോലും. അതാണ് ഐശ്വര്യം. നമുക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊരു ജോലിക്കാരി വയ്ക്കാം. എന്നിട്ട് വേണം ആ കൊടുക്കാനുള്ള 10,000 രൂപയുടെ ബാധ്യത കൂടി ഞാൻ ഏക്കാൻ. അല്ലേ? 10,000 രൂപ 2,000 രൂപ എടുത്താൽ കിട്ടും ജോലിക്കാരി. കിട്ടും. നിങ്ങളെ പരദൂഷണം പറഞ്ഞെടുക്കണ മാമി ഉണ്ടല്ലോ, പുഞ്ചിരി മാമി, അവള് വരും. അവളെന്നാ പറയല്ലേ? ആ എനിക്ക് ജോലിക്കാരി വേണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ല, രാജിവെക്കാൻ പോവാ. പിന്നെ നമ്മളങ്ങനെ ജീവിക്കും. ജോലി രാജിവെച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴിയില്ലേ ഞാൻ പറഞ്ഞെന്ന്. ആ വസ്തു വിൽക്കാൻ അത് കേൾക്കാൻ പറ്റത്തില്ല. രാഘവൻ മാമൻ വന്ന് പറഞ്ഞ് വിൽക്കണ്ടെന്ന്. ഏത് മാമൻ വന്ന് പറഞ്ഞാലും ശരി, എന്റെയും കൂടി പേരിലുള്ള വസ്തു ആണല്ലോ, ഞാൻ അത് വിൽക്കും. നോക്കിക്കോ. കുറച്ച് കുഞ്ഞപ്പ തലയെ കയറി ചവിട്ടണ. നെയ്യാറ്റിൻകര മാധവൻ തമ്പിയുടെ മോനാണ് ഞാൻ. എനിക്ക് വിലയുണ്ട്. ആ മാധവൻ തമ്പി തന്നെയാ നിങ്ങളിങ്ങനെ വളർത്തി നശിപ്പിച്ചത്. അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. തള്ളേ മക്കളും കൂടെ എല്ലാം വിറ്റ് തൊല. എന്നിട്ട് പോയി കടത്തിനെ കിടന്ന് ഉറങ്ങു. പോ. കടത്തിനെ നിങ്ങൾ പോയി കിടന്നാ മതി, ഞങ്ങൾ കിടക്കൊന്നുമില്ല. മാധവൻ തമ്പിയുടെ മോൻ കടത്തിനെ കിടക്കൂല. ഇറങ്ങിപ്പോ, എനിക്കൂടെ വേറെ ജോലിയുണ്ട്. ഇറങ്ങി പോവാൻ. എല്ലാം ഒതുങ്ങിയപ്പം പാവയ്ക്കാൻ കൊണ്ട് വന്നേക്കാണല്ലേ. ഇറങ്ങി പോവാൻ. ബാലു, ഞാനൊരു കാര്യം പറഞ്ഞ കേക്കോ? പറ, എന്നാലേ കേൾക്കാൻ പറ്റൂ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടല്ലോ ഇല്ലേ? ബാലുവിന്റെ പേരിലുള്ള വസ്തു എന്തായാലും ബാലുവിന്റെ അച്ഛനും അമ്മയും വിൽക്കാൻ സമ്മതിക്കൂല. ഇല്ല. പിന്നെ എന്റെ പേരിലുള്ളതാണെങ്കിൽ ഇല്ല. എന്റെ പേരിലുള്ള നമ്മളെ മക്കളെ ആവശ്യത്തിന് വേണ്ടേ, കെട്ടിച്ചു വേണ്ടേ? പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്.
ബാലുവിന്റെ മാമൻ നമ്മൾ രണ്ടുപേരും കൂടെ പേരിലല്ലേ വസ്തു തന്നിരിക്കണേ. നമുക്കതങ്ങ് വിൽക്കാം. എന്ത് പറയണ? നിന്റെ ചിരി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഒരു കിഡ്നിയെങ്കിലും നീ ചോദിക്കുമോ. ഈ മാമന്റെ ഒരു കാര്യം, അങ്ങേർക്ക് ആ സ്വത്ത് എന്റെ പേരിൽ മാത്രം എഴുതി വെച്ചാൽ എന്തായിരുന്നു? എങ്കിൽ എന്റെ അമ്മ നിന്നെ അടിച്ചു കൊന്നനെ. മാമ ആര്? എന്റെ അമ്മയുടെ സഹോദരൻ. മാമ എന്താണ് ചെയ്തത്? വന്ന് കയറിയ നിന്റെയും കൂടെ പേരിൽ സ്വത്ത് എഴുതി വെച്ച് ലോകത്തെവിടെ അടക്കും? പിന്നെ ബാലു, നമ്മളിത് പറഞ്ഞെങ്ങനെ എന്തിനാ വെറുതെ തർക്കിക്കണേ? നമുക്ക് എന്തായാലും ആ വസ്തു അങ്ങ് വിൽക്കാം. നമുക്ക് ആ വസ്തു വിട്ടിട്ട് വേറെ സ്ഥലവും വീടൊന്നും മേടിക്കണ്ട. അത് നമുക്ക് ബാങ്കിലിടാം. നല്ല ഇൻട്രസ്റ്റ് കിട്ടും. അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. എനിക്ക് വയ്യ ബാലു, ഇങ്ങനെ ഒറ്റയ്ക്ക് എപ്പോഴും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യാഞ്ഞിട്ടാണ്. ഒന്ന് പറ ബാലു. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ കാലശേഷം വിൽക്കാം. ഓ, ആ തലയെടുത്ത് ഇപ്പോഴൊന്നും കാലം വരൂല. നോക്കാം. നീ വാക്ക് മാറൂലല്ലോ? ഇല്ല വാക്ക് മാറില്ല, വിൽക്കാം. നിങ്ങൾക്ക് ഞാൻ കിടക്കട്ടെ. നീ അത് ഞാൻ ഇവിടെ കിടക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് നീങ്ങൽ എന്താ? ഞാൻ ഇവിടെ കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ വരുള്ളൂ. എനിക്ക് വെളുപ്പിന് എണീക്കണ്ടേ? എനിക്ക് രാവിലെ ഓടാൻ പോണെന്ന്. എന്ത് ഓടാൻ പോകണ്ടേ എനിക്ക്? പിന്നെയാണ് മാറിക്കിടന്ന്. മാമാ, മാമാ, അയ്യോ ഇല്ല കൊടുക്കൂല മാമ, എന്നെ പേടിപ്പിക്കല്ലേ. അയ്യോ മാമ ഇല്ല മാമ പറയാ പോലെ കേൾക്കാം മാമ. അയ്യോ മാമ എന്നെ പേടിപ്പിക്കല്ലേ മാമ. ബാലു ബാലു മാമൻ എന്തു പറ്റി? മാമൻ വന്ന് സ്വപ്നം കണ്ട? രാമമാമ വന്ന് സ്വപ്നം കണ്ട? വസ്തു കൊടുക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കൂല മാമല്ല. അയ്യോ മാമ പേടിപ്പിക്കല്ലേ മാമ. മക്കളെ ഇങ്ങോട്ടാ വാടാ, ഇവിടെ ഇരി. അച്ഛനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇരിടാ, അടുത്ത് വാ. ഒന്നും പറയണ്ട. എന്നാലും അച്ഛൻ രാത്രി സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അച്ഛന്റെ മരിച്ചു രാഘവമാമ ഇല്ലേ? നിന്റെ മാമയല്ല, നിന്റെ അപ്പുപ്പായി. എന്ത് പറയാ, ആദ്യമൊക്കെ കുറെ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പറയണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഞാൻ തന്നതൊക്കെ അവിടെ തന്നെ കാണണം. വസ്തു ഒന്നും എഴുതി വിറ്റ് കളയരുത്. വരാനൊന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ തണ്ട ഇപ്പൊ സംസാരിക്കണൊക്കെ മാമൻ കണ്ടോണ്ട് നിൽക്കാണ്. മണം മാമന്റെ മണം. പണ്ട് ഒരു മാമ ഒരു സെന്റ് ഉപയോഗിക്കായിരുന്നു. അതേ മണമാണ് ഇപ്പൊ അടിക്കുന്നത് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ എങ്ങോണ്ട്. എന്താ പേടിക്കൊന്നും വേണ്ടടാ, നമ്മള് ഉപദ്രവിക്കൂല. നമുക്ക് തുണയായിട്ട് മാമ ഇവിടെ തന്നെ കാണും. നമുക്ക് മാമൻ ഇവിടെ ഒന്ന് ഇരുത്തണം. പിന്നെ പറഞ്ഞെടുക്കുന്ന ആളല്ലേ നമ്മൾ ഇരുത്താൻ പോകുന്നത്. അതല്ല, നമുക്ക് ഈ പൂജയൊക്കെ ചെയ്ത് മാമൻ ആവശ്യമുള്ളത് കൊടുത്ത് ഒരു മൂലയിൽ മാമൻ നമുക്ക് ഇരുത്താം. പോണാ, വിളിച്ചു വരുത്താടാ. എന്താടി പ്രഥമയെ പോലെ നിൽക്കണ ചേച്ചി? എന്ത് ചേച്ചി? മാമ അമ്മയൊന്നും മിണ്ടുന്നില്ലല്ലോ. ചേച്ചി വീണ്ടും വഴക്ക് കൂടിയ എന്ന്? ചേച്ചി വാ പറയട്ടെ, വാ. ഓടിപ്പോളിയാ എന്തു വെച്ചാ? വാ. ചേച്ചി, നീലു ചേച്ചി, ദേഹത്തുനിന്ന് കൈ എടുക്കടാ കൈ. നീ എന്തിനടാ ഇവിടെ വന്നേ? ഇവര് കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് നിനക്ക് എന്തടാ കാര്യം? ചേച്ചി ഞാൻ വന്ന് കണ്ടില്ലായിരുന്നു. വരിക, പെങ്ങളെയും കുട്ടികളെയും കാണുക, തിരിച്ചു പോവുക. കേട്ടോടാ? വാ അടക്കടാ.
മേലനങ്ങാതെ നിന്ന് തിന്ന് 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 ഇങ്ങനെ വീർക്കാണ് അല്ലേടാ? അടക്കടാ വായി. എന്റെ മോളെവിടെടാ? പറയടാ, എന്റെ മോളെവിടെന്ന്? കൊന്നോടാ നീ അവളെ. മുണ്ടെടുത്തോണ്ട് വാടാ. പോയി എന്റെ മുണ്ടെടുത്തോണ്ട് വരാൻ. ലച്ചു, എന്തിനാടാ കുഞ്ഞിനോട് പറയണം? നീ പോയെടുത്തോണ്ട് വാടാ. മരിച്ചു രാമ വന്ന് പോടാ. ഉണ്ട് ഉണ്ട്. വെക്കണം അവിടെ. എവിടെടാ എന്റെ ബീഡി? ബീഡി എവിടെയെന്ന്? എവിടെടാ എന്റെ ബീഡി? പോയി വാങ്ങിച്ചോണ്ട് വാടാ. നിന്റെ ആട്ട് ഇതുവരെ നിന്നില്ലല്ലേ? എടാ വാഴക്കോടാ, നീ പോയി വാങ്ങിച്ചോണ്ടാ ബീഡി. പോടാ. ഞാൻ പറഞ്ഞു. എടാ വാപ്പളിയാ, നിന്നോടല്ല പറഞ്ഞത്. നീ പോയി വാങ്ങിച്ചോണ്ടാടാ. മത്തങ്ങ തലയാ, ഇവിടെ വാടാ. ഇവിടെ വാടാ. നീ എന്റെ മോളോട് കള്ളം പറഞ്ഞല്ലേ? പറഞ്ഞില്ലേടാ? കള്ളൻ. കള്ളം പറഞ്ഞ് നീ എന്റെ മോളെയും മക്കളെയും പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലേ? എന്താടാ നീ ഒരു കഥകളിക്കാരനാ? എന്തെങ്കിലും പറഞ്ഞ അവൻ 100 എക്സ്പ്രഷൻ കാണിക്കും. എന്നൊക്കെ മാറിക്കടാ, മാറി നിക്കടാ. ചാരി നിക്കടാ അവിടെ, ചാരി നിക്കടാ അവിടെ. കള്ളം പറയോടാ ഇനി? അവൾ എന്തെങ്കിലും പറഞ്ഞാ നീ കള്ളം പറയോന്ന്? എതിര് പറയോ നീ? പറയില്ലല്ലോ. എന്തു പറഞ്ഞാലും അനുസരിക്കാമോ? അനുസരിക്കാന്ന് പറയടാ. അനുസരിക്കാം. മാമനെ കുറച്ച് കുടിക്കാൻ വെള്ളം എടുക്കട്ടെ. അളിയാ ബീഡി കിട്ടിയാ? ബീഡി ഒന്നുമില്ല, സിഗരറ്റ് മതിയാ? സിഗരറ്റ് ചാറുമിനാറ് വലിക്കും, കുത്തം മീനാറ്. ചേച്ചി എന്താ നാടിക്കണേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നാടകം കളിക്കണോ? എടാ ഇത് രാഘവ അമ്മാവൻ ദേഹത്ത് കയറിക്കാണ്. ആ നിപ്പും നടപ്പും നോട്ടൊക്കെ അതിനടാ. വല്ല ചോദിക്കാൻ പറ്റുമോ? ആടിച്ച് കയറ്റി തരും. പഴയ ചട്ടമ്പിയില്ലടാ. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമോ? അമ്മാവ് ആശുപത്രി പോകൂല. പണ്ട് മഞ്ഞമോള് വന്നപ്പോഴേ ഏതോ നാട്ടുകത്തിന്റെ അടുത്താണ് പോയത്. വരണം. ബീഡി കിട്ടിയോടാ? കിട്ടിയില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോനെ എവിടെ പോയതാ ഇതുവരെ? ചേച്ചി ഇത് ഞാനാണ്. എവിടെയാ എന്റെ മോള്? ഇവിടെ അടക്കളയില്. അത് ശരി, അവൾ അവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ വിട്ടിട്ട് നീ ഇവിടെ നിക്കാണ് അല്ലേ? പോയി കഞ്ഞിയും ചമ്മന്തിയും പയറും ഉണ്ടാക്കടാ. ചെല്ലടാ. അമ്മ ഇവിടെ ഇരിക്കാം, പോയിട്ട് വാ. ചെല്ലടാ. ചമ്മന്തി ഉണ്ടാക്കാൻ സഹായിക്കടാ. അത് ശരി, നീ പോയില്ലേ? പോടാ. എന്താണ് സൗകര്യ മേൽമുണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഇരിക്കണേ? ബാലുവിന് കുറവുണ്ടാ? എന്താടാ നാറി? ഞാൻ ബാസി. എന്തിനാടാ ഇവിടെ വന്നത് നീ? ഞാൻ വെറുതെ വന്നത്. മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബം തകർക്കാൻ വന്നാടാ നീ? ഇറങ്ങിപ്പോടാ. ഞാൻ പോണ്. ഇതിലെ വന്നപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എന്താ നീ ചവിട്ടിയ സ്ഥലത്തെ മണ്ണും കൂടെ വാരിക്കൊണ്ട് പോയിക്കോ, വിഷമായി കാണും. ശ്രീ ഒരുപാട് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. എന്താടാ നീ എന്നെ നേരെ കൈ ചൂണ്ടനാടാ? നീ കൈ ചൂണ്ടു അല്ലേ? നീ ബാലു എന്താടാ ഇത്? മര്യാദയ്ക്ക് പോണവരെ എറി അടി. ഇവിടെ സ്ഥിരതാമസക്കാർക്ക് ഒരു വിലയില്ലേടേ. പോടെ. നീ അത് നിന്റെ ഭാര്യ പറഞ്ഞു മനസ്സിലാക്കടാ. ഇറങ്ങി പോടാ അവിടുന്ന്. നീ പോടാ പെൺകൊന്താ. മാമൻ നിന്നെ കൊല്ലും ഇവിടെ നിന്നാ. മാമനാ? ആടാ നിന്റെ മാമൻ? എന്റെ ഭാര്യ എന്റെ മാമൻ. ഭാര്യ നിന്റെ മാമനാ? എന്താടാ പുല്ല നീ പറയണത്? അടിയാ അവനെ വിളിച്ചോണ്ട് പോ. മാമ അവിടെ പോ. എടാ ബാലു കേട്ടാ? വാസി നീ പോടെ. എന്താടാ ഇത്? ചേട്ടാ ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ചേച്ചി ഇപ്പൊ ചേച്ചിയല്ല, മാമനാണ്. മാമനാ? ആ അന്ന് അളിയന് വന്നില്ലേ, അതുപോലെ ചേച്ചിക്ക്. വാടേ മാനസികോ? എടാ ശരിക്കും ഇവിടെ ആർക്കൊക്കെ വയ്യാത്തത്? അവരെയൊക്കെ പേരെനിക്ക് എഴുത്താ, പിന്നെ അവരെ കണ്ട സംസാരിക്കണ്ടല്ലേ? ചേട്ടാ ഇപ്പൊ പോ. ചേട്ടാ ഇപ്പൊ പോ. ചെല്ല്. പോവാം. ചേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോ. മതി മതി മതി.
പിന്നെ വേറെ ഒന്നുമല്ല ഇവിടെ ഊളംപാറാക്കാൻ വേണം പോ ചേച്ചി ഞാൻ തൊഴാം. മറ്റവനെ കേട്ടാ? തൊഴണ്ട നീ മറ്റവനെ അടുത്ത് പറഞ്ഞരേ ഭയങ്കര കുഴപ്പം. നിങ്ങൾ എല്ലാരും കൂടെ അടി വാങ്ങിച്ചു തരുമോ എനിക്ക്? മാമനും ചാച്ചി എല്ലാരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കഞ്ഞി ഉണ്ടാക്കല്ലേടാ പോയിണ്ടാക്കടാ. എടേ കഞ്ഞി ഉണ്ടാക്കിയില്ലെങ്കിൽ അവളെ നമ്മളെ കൊല്ലും. എനിക്ക് അവിടെ കൊല വെട്ടാൻ പോണം. മാങ്ങാ തൊലി വലിയ നോക്കണല്ലേ കഞ്ഞി. കഞ്ഞി എന്ന് പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കണം എന്നാ പറഞ്ഞേ. പയറെവിടെ? വെള്ളം 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 എന്നാ ഞാനും വെള്ളം. ഓ എടാ അരി എവിടെയാടാ? എടാ അരി എവിടെ? അരിയുണ്ട്. എടുത്തിട്ട് വാ പെട്ടെന്ന്. ചേച്ചി നീ പോയി അരി എടുക്ക്. ചേച്ചി പോയി മോള് പോയി എടുത്തിട്ട് വാ. മനുഷ്യ, പോടി, പോടി. കഞ്ഞിക്ക് വെള്ളം ഓടിച്ചെന്ന് എടുത്തിട്ട് വാ. എന്നിട്ട് തേങ്ങ തരുമ്പോ തേങ്ങ ഇന്ന് തേങ്ങ. ചെലവ് കരവാടെ ഞാൻ അരി എടുക്കാം മാമാ. ഞാൻ അരി എടുക്കാം. ഞാൻ അരി എടുത്തേ. ഇടടാ ഇട് മാറ്. മാറിക്കട ചെലവായിരിക്കണം. വാ. പയറെടുത്ത് വെള്ളത്തിൽ ഇടാ. പയർ വെള്ളത്തിട്ട് എന്നിട്ട് പാത്രം ഇവിടെ ഉപ്പ് മുളക് എവിടെ? ഉപ്പ് മുളക് ദേ ഉപ്പ്. ഉപ്പ് മുളക് അരിയട് അരിയട് ഷോ. വേണ്ടിയില്ല. മിക്സി എവിടെ? മിക്സി മിക്സി ദാ ഇവിടെ മിക്സി. എട് തേങ്ങ എടുത്തിട്ട് വാ. തേങ്ങ എടുത്തിട്ട് വാ. തിളച്ചാ? മണ്ടൻ കുണാപ്പി ചമ്മന്തി ഉണ്ടാക്കണ്ടേ ആർക്കും? നശിപ്പിക്കാൻ ചമ്മന്തി ഉണ്ടാക്കണോ? അടിച്ചേ അടിച്ചേ അടിച്ചേ. അല്ലയാ അല്ലയാ ഇട് അതിലിട്. അതൊക്കെ തവി എവിടെ? തവി തവിയാ പിന്നെ എടാ തമാശ പറയല്ലേ. അല്ല നീ എന്തോന്നടി കെടുന്ന് തരുവാണത്? എനിക്ക് മാറടി അവിടുന്ന്. അളിയ ഉപ്പ് കളി ഉപ്പ് അളിയ ഉപ്പ് കൊള്ളാം. നീ വേണോ ഉപ്പിടണോ? ആയാ അഞ്ഞി ആയാ? എടുത്ത് മാറ്റി. അയ്യോ എടേ അമ്മയ്ക്ക് പണ്ട് ഇതുപോലെ വന്നടാ. അയ്യോ അച്ഛനായിട്ട് ഓട്ടിച്ച്. എന്റെ ദൈവമേ, ഈ മാമ എപ്പം വന്ന് കയറുമെന്ന് പറയാൻ പറ്റൂലടാ. ചേച്ചിക്ക് മുമ്പ് ഇതില്ലായിരുന്നല്ല. നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിയപ്പോഴാണ് ഇത് വന്നത്. എന്റെ കുടുംബത്തെ പറയണ നീ. പിന്നെ ചേച്ചിക്ക് മുമ്പ് ഇതില്ലായിരുന്നല്ല. അത് ചാച്ചിക്ക് മുമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കെട്ടിയില്ലായിരുന്നല്ല. മാമനായിട്ട് പരിചയപ്പെട്ടതിന് മാമനെ ആര് സ്നേഹിച്ചാലും മാമ അവരെ ദേഹത്ത് കൂടും. ഇപ്പൊ അങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. മാമന്റെ വന്നടനെ അവള് കറക്കി എടുത്ത് അതിനെ കയറണത്. കയറത്ത് ഇങ്ങെപ്പോ ഇറങ്ങും എനിക്കറിഞ്ഞൂടാ. ആരടാ ചമ്മന്തി ഉണ്ടാക്കിയത്? ഞാനല്ല. ഞാനുമല്ല. ആരടാ പയറേറി ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയേ? ആരുണ്ടാക്കിയച്ചാ? നോക്കി നിൽക്കാതെ ഒഴിക്കടാ. അളിയ ഒഴി. ചോദിച്ചതിന് ഉത്തരം പറയടാ. ആരടാ പയറേറി ഉണ്ടാക്കിയത്? പയറ് ഞാനല്ല ഉണ്ടാക്കിയത്. ഞാനല്ല. നീ ആരടാ പയറേറി ഉണ്ടാക്കിയത്? നീ ഉണ്ടാക്കിയ പയറേറി ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താടാ പയറേറി ഉണ്ടാക്കാൻ നീ മറന്നുപോയാ? ഇല്ല. പാചകമൊക്കെ നീ മറന്ന് അല്ലേ? ഇല്ല. ഒന്നും മറക്കരുത്. ഡാ മക്കളെ, ബാലു, അമ്മാവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി ഉത്തരം പറയണം. പറയാം. നീ കള്ളനല്ലേടാ? അല്ല. തന്നെ. എന്താടാ നീ മാനമര്യാദക്ക് ജീവിക്കാത്തെ? ജീവിക്കാം. ഞാൻ നിനക്ക് എഴുതി തന്ന വസ്തു എന്താടാ? അതവിടെ കിടക്കണ്. എന്താടാ അത് വിൽക്കാത്തെ? അമ്മ സമ്മതിക്കണില്ല.
ഞാൻ നിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്ന വസ്തു വിൽക്കണ്ടെന്ന്? പറഞ്ഞൂല. മര്യാദയ്ക്ക് പറയടാ. പറഞ്ഞില്ല. നീ എന്റെ കുഞ്ഞിനോട് കള്ളം പറഞ്ഞ് വിഷമിപ്പിച്ച് അല്ലടാ? പറ്റിപ്പോയി. പറ്റിപ്പോയി. നീ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണടാ എന്റെ പേരിലുള്ള വസ്തു നിന്റെ ഭാര്യയുടെ പേർക്ക് ഞാൻ എഴുതി വെച്ചത്. എനിക്കറിയാം. മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അമ്മാവ പോണില്ലേ? അല്ല, സാധാരണ ദേഹത്ത് കയറുമ്പോ 1 മണിക്കൂറിനകം ഇറങ്ങിപ്പോ. അതാണ് ചോദിച്ചത്. ഇന്ന് ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ? ഇല്ല. അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട, കുറച്ച് കഴിയുമ്പോ ഇറങ്ങി പൊയ്ക്കോളൂ. അമ്മയ്ക്ക് നാളെ പെട കൊടുത്താൽ മതി അച്ഛാ. അപ്പൂപ്പൻ താനേ പോയിക്കോളും. എന്തോന്നളിയാ ഇത്? ഞാൻ കുറെ പ്രേതബാധയൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ അമ്മാവന് വാങ്ങിക്കും, അളിയനും വാങ്ങിക്കും. നോക്കിക്കോ. മാമന്റെ അതേ സ്റ്റൈല്. ഏത് സ്റ്റൈല്? കളി നോക്കടാ, ചുവടൊക്കെ കൃത്യം. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാന്നില്ല. അളി എന്തെങ്കിലും ചെയ്യും. മാമ ഇറങ്ങി പോയില്ലെങ്കിൽ പിള്ളേര് പേടിക്കും. എന്താ അമ്മ ഇത്? ഭയങ്കര ബോറാട്ടോ. അപ്പൂപ്പനോട് കളി വേണ്ട. അപ്പൂപ്പനോട് കളി വേണ്ട. മാമ ഒന്നിറങ്ങി പോ മാമ, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഇറങ്ങി പോകുന്നു പറയണ. മാമൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. നീ ഇവിടുന്ന് പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ആക്രി സാധനം മേടിക്കാറുണ്ടല്ലേ? അളിയ നീലുവിന് പോലെ അറിഞ്ഞൂടാ. മാമൻ കറക്റ്റാ മനസ്സിലാക്കി. ഇതെന്താന്നളിയാ ഇത്? മക്കളെ, കല്യാണം നടക്കാത്തതിന്റെ പേരിൽ നീ പല ദിവസങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് കരയാറില്ലേ? എപ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ. മാമൻ ദേഹത്ത് കയറിയിട്ട് തെളിവ് വരണം. പരീക്ഷണമാണല്ലേ? മാമ ഒരു കാര്യം ചോദിച്ചോട്ടാ? ചോദിക്കും. മാമ എന്തിനാണ് എന്റെ ചേച്ചിയുടെ ദേഹത്തിലോട്ട് കയറിയത്? അവളുടെ നീലുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. എന്റെ വസ്തു വിറ്റേക്ക്, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക്. അളിയാ, പെട്ടെന്ന് ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും ചെയ്യളിയാ. വിദ്യ ഉണ്ടളിയാ. ഇപ്പൊ നോക്കിക്കോ, കുറെ ആയിട്ടുണ്ട് പോണത്. പോകുമ്പോ എന്തെങ്കിലും ഒരു തെളിവ് വേണം. അതിനുകൊണ്ട് പരീക്ഷണമാണല്ലേ? ഇത് വേണോ? വേണം വേണം വേണം. ഇത് അപകടമാണ്. അളിയ കത്തിക്ക്, ഇത് ഇട്ട് കൊടുക്കും. ഞാൻ ഇട്ട് കൊടുക്കാം. കത്തിരളിയാ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ, മാമൻ പൊട്ടെ. എന്റെ കൈ പൊള്ളിയടോ ബാലു. എവിടെ പോയത് മാമൻ? കള്ളി, പേരും കള്ളി. അളിയ നീ അറിഞ്ഞില്ലടാ? ഞാൻ അറിഞ്ഞില്ല. നിന്റെ അടുത്തും പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പറഞ്ഞില്ല. കള്ളത്തനായിരുന്നല്ലേ? നിങ്ങൾക്ക് മാത്രം അഭിനയിക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയാൻ മനസ്സിലായില്ലേ? നീ എന്തിനാ അഭിനയിച്ചേ? അഭിനയിച്ച എന്തിനാന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? രാത്രി മാമൻ വന്ന് സ്വപ്നം കണ്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞ സ്ഥലം വിൽക്കാൻ പാടില്ലെന്ന് മാമൻ സ്വപ്നത്തിൽ പറഞ്ഞെന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അറിയാം അഭിനയിക്കാൻ. നോക്കണ്ട. ഞാനെന്തറിയാ എനക്ക്? ആര്? രാഘവ മാമൻ. എന്റെ ചെറുക്കന്റെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്തണല്ലേ? നീ എന്റെ വസ്തു വിൽക്കാൻ നോക്കണ്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് വസ്തു ഒന്ന് വിൽക്കരുതെന്ന്, കേട്ടാ? ചേച്ചി, ഇത് ഒഴിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. നിക്ക്. അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോയടാ. കൈനീട്ട്. തെളിവ് വേണം. കൈനീട്ട്. രാഘവ മാമൻ കൈനീട്ട്. നീട്ടിപ്പിടി. മക്കിയേച്ചി കത്തിക്കന്നില്ലേ? അഗ്നിസാക്ഷിയായിട്ട് ഞാൻ പറയാണ്. അഗ്നിസാക്ഷിയായിട്ട് ഞാൻ പറയാണ്. പറഞ്ഞോ? എന്റെ വസ്തു ഞാൻ വിൽക്കൂല. ആഹാ